ഊട്ടിയെ ഈയിടെയായി എവിടെ നിന്നോ കയറി വന്ന ചില സ്വേച്ഛാധിപതികൾ കയറി നിരങ്ങിക്കൊണ്ട് ഊട്ടിയിൽ വന്ന് നമ്മുടെ സസ്യസമ്പത്തിനെ നശിപ്പിച്ച് ഇവിടുത്തെ സസ്യസമ്പത്തിനെ നശിപ്പിച്ച് മരുഭൂമിയാക്കി തീർക്കാൻ ഇവിടുത്തെ ഹരിത സമ്പത്തിനെ വെട്ടിക്കാശാക്കാൻ ശ്രമിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിനെതിരെ നമ്മൾ കേരളവർമ്മയിലെ വിദ്യാർത്ഥികൾ, കേരളവർമ്മയിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ ഇടറാതെ പതറാതെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. നിങ്ങൾക്കറിയാം, പണ്ടും ഇവിടെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് ഈ ഊട്ടിയിലെ മരത്തിന് കീഴെ കത്തിവെച്ചപ്പോൾ ആ കത്തിക്ക് കീഴെ കഴുത്ത് വെക്കാൻ തയ്യാറായ സമരപാരമ്പര്യമാണ് ഓരോ കേരളവർമ്മക്കാരും. ഇന്നവർ ഇവിടെ കയറി ഈ ഊട്ടിയിലെ ആദ്യത്തെ മരം മുറിക്കുമെങ്കിൽ അത് ഓരോ കേരളവർമ്മക്കാരന്റെ അവസാനത്തെ കഴുത്ത് കണ്ടിച്ചതിന് ശേഷമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഊട്ടിക്ക് വേണ്ടിയുള്ള ഊട്ടിയിലെ ഹരിതാപം നിലനിർത്തുന്നതിനായുള്ള ഈ പോരാട്ടത്തിൽ ഓരോ കേരളവർമ്മക്കാരനും ഓരോ കേരളവർമ്മക്കാരിയും ഇടറാതെ പതറാതെ ഒറ്റക്കെട്ടായി മരങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് കെട്ടിപ്പുണർന്നുകൊണ്ട് നമുക്ക് ഊട്ടിയെ സംരക്ഷിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, അഭിവാദ്യങ്ങൾ. കണ്ടില്ല കേട്ടില്ല എന്നോ നടിച്ച് അത്തിമരത്തിലെ നത്തിനെ പോലെ എന്തൊക്കെയാണ് ഈ ഏട്ടന്മാർ പറഞ്ഞിട്ട് പോണ്? ഇവിടെ വന്ന അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ ഊട്ടി. ഏതാണ് ഈ ഊട്ടി? എന്താണ് ഈ ഊട്ടി സമരം? ആർക്കറിയാം? ആർക്കതൊക്കെ നോക്കാൻ പോകുന്നേ? ഇവന്മാർക്കാണെങ്കിൽ വേറെ ഒരു പണിയില്ല. ഏത് നേരം ഊട്ടി ഊട്ടി ഊട്ടി. എന്തായാലും നമുക്കൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പ്രതികരിച്ചു. മക്കളെ, എന്താ ഒരു ശബ്ദം? ആരോ വിളിച്ചതുപോലെ. മക്കളെ, ഞാനാ ഈ കേരളവർമ്മയുടെ ഊട്ടി ഈ കലാലയത്തിന്റെ ശ്വാസകോശം. ഞാൻ ഈ കേരളവർമ്മയിലെ എല്ലാ വിദ്യാർത്ഥികളെയും എന്റെ മക്കളായാണ് ഞാൻ കാണുന്നത്. ഞാൻ അവർക്ക് തണലും തണുപ്പുമേകി അവരുടെ ഓർമ്മകളിലേക്ക് മായാത്ത പച്ചപ്പും സ്നേഹവും നൽകി. എന്നാൽ ഇന്ന് ഞാൻ വെറും ഒരു കാട് മാത്രമായിരിക്കും. ഒരു കാട്. അതെ, അവർ തന്നെ അധികാരത്തിന്റെ കറുത്ത കരങ്ങൾ എന്റെ കൈയും കാലും കെട്ടിയിട്ടെന്ന് വരാം. എന്റെ മേൽ കെട്ടിട സമുച്ചയങ്ങൾ പണിഞ്ഞെന്ന് വരാം. എന്റെ നാവിന് ബലം കിട്ടുന്നു വരാം. എന്നിരുന്നാലും ഇവിടെയാണ് നമ്മുടെ കെട്ടിടങ്ങൾ പണി തീർക്കേണ്ടത്. ഇന്ന് തന്നെ ഇതിനെ നശിപ്പിക്കപ്പെടണം. ഇന്ന് തന്നെ. അത് വേണോ? നമുക്കിതിനെ നശിപ്പിക്കണോ? നീ അധികം കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. ഇടപെട്ടാൽ നീ ആയിരിക്കും ആദ്യം പുറത്തു പോകുന്നത്. ഓപ്പറേഷൻ. അയ്യോ, ഊട്ടിക്ക് എന്ത് പറ്റി? ഇന്ന് ഞാൻ വെറും ഒരു പച്ചയുടുപ്പിട്ട വൃക്ഷങ്ങളാണ്, വെറും മരങ്ങൾ. എന്നോ മുറിച്ചു മാറ്റിപ്പെടേണ്ട മരങ്ങൾ എന്നെങ്കിലും മുറിച്ചു മാറ്റിപ്പെടേണ്ട. ഇല്ല, ഊട്ടിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പിഴുതെറിയപ്പെട്ട ഓരോ മരങ്ങളും വീണ്ടും നാം വെച്ചുപിടിപ്പിക്കണം. അതെ, ഊട്ടി വീണ്ടും പച്ച പുതയ്ക്കട്ടെ. പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ വിടരട്ടെ. ഇതിനെ നമുക്ക് സാക്ഷ്യം വഹിക്കാം. പുതിയ തലമുറകൾ സൃഷ്ടിക്കപ്പെടട്ടെ. അതെ, നമുക്ക് ശ്വാസമേകിയ ഊട്ടി ഇപ്പോൾ അന്തിശ്വാസം വരിക്കുകയാണ്. നമ്മുടെ അവസാന ശ്വാസം വരെയും നമ്മൾ ഊട്ടിക്കായി പോരാടുക തന്നെ ചെയ്യും. ഊട്ടി അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അടുത്ത തലമുറയ്ക്കായി നാം കൈമാറിപ്പോകേണ്ട പൈതൃക സ്വത്ത്. ദൂരെ ഒരു വെട്ടം കാണുന്നുണ്ട്. പ്രത്യാശയുടെ വെളിച്ചം, പച്ചപ്പിന്റെ വെളിച്ചം. അത് എവിടെയെല്ലാം പരക്കട്ടെ. ഊട്ടിയെ നമുക്ക് സംരക്ഷിക്കുക തന്നെ വേണം. ഊട്ടിക്ക് വേണ്ടിയുള്ള ഈ ആവാസ സമരത്തിൽ എന്റെ കൂടെ അണിചേരാൻ ആരുണ്ട്? ആരുണ്ട്? ആരുണ്ട്?
ഈറ്റപ്പുലി നോറ്റു കിടക്കും നീറൻ കണ്ണു തുറന്നും കരിമൂർക്കന്മാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു ബന്ധം കുത്തി നിൽപ്പൂ കാട്ടാളൻ എവിടെന്റെ തുളസിക്കാടുകൾ ഈറൻ മുടി കോതിയ സന്ധ്യകൾ പച്ചപ്പൈ ചാടി നടക്കും മുത്തങ്ങ പുല്ലുകളെവിടെ എവിടെ പോയെന്റെ ദിനങ്ങൾ എവിടെ പോയെന്റെ കിടാങ്ങൾ പൂക്കൂടകൾ തേടിപ്പോയോ ആൺകുട്ടികൾ എന്റെ കിടാങ്ങൾ പൂക്കൂടകൾ തേടിപ്പോയോ ആൺകുട്ടികൾ എന്റെ